സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള കൺസെപ്റ്റാണ്. പലരും മുന്നേ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 9-10 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ്. ട്രിഗ്നോമെട്രിയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എന്തിനാണ് ട്രിഗ്നോമെട്രി നമ്മൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. പല റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും ഈ ട്രിഗ്നോമെട്രി കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിനു മുൻപേ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മടിക്കാതെ എന്നെ അറിയിക്കുക. അത് കൂടാതെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് തന്നെയാണ്, പെന്നും പേപ്പറും ബുക്കും ഒക്കെ വെച്ച ശേഷം മാത്രം വീഡിയോ കണ്ടു തുടങ്ങുക. ഒരു തവണ പൂർണ്ണമായി കാണുക, അതിനുശേഷം മാത്രം നോട്ട്സ് എഴുതിയെടുക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ 4 ആണ്. അപ്പോൾ അത് നമ്മൾ 9-10 ക്ലാസ് പഠിച്ച കാര്യം തന്നെയാണ്, പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇത് കുറച്ചുകൂടി ഒന്ന് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിന്റെ പ്രോബ്ലംസ് നോക്കുകയാണ്. അപ്പോൾ അതിലെ കുറച്ച് ആപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയ ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ 2 കൺസെപ്റ്റ് അറിയണം. ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ്. അപ്പോൾ ഈ 2 കൺസെപ്റ്റ് ഞാനൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം, എന്നിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. ഇൻ ഡയഗ്രാം 1, അതായത് ഡയഗ്രാം 1 എന്ന് പറയുന്നത് ഈ ഡയഗ്രാം ആണ് ഇവിടെ വരച്ചു വെച്ച. അതിൽ O represents the observer and B represents the object. Suppose that the observer is watching the object above his eye level. In this case, the angle between the ray of vision and the horizontal line is called angle of elevation. In diagram 1, theta represents the angle of elevation. അപ്പോൾ എന്താ പറഞ്ഞത്, ഈ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വീക്ഷിക്കുകയാണ് പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ ഞാനാണ് ഒബ്സർവർ. ഞാൻ എന്തിനാണോ നോക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഒബ്സർവർ ഇവിടെ ഉള്ള ഒബ്ജക്റ്റിനെ വീക്ഷിക്കുകയാണ്. അപ്പൊ ഒബ്ജക്റ്റ് മുകളിലാണ് നിൽക്കുന്നത്, ഒരു മരത്തിന്റെ മുകളിൽ എവിടെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒബ്സർവർ താഴെയാണ്, ഒബ്ജക്റ്റ് മുകളിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാളെ ഐ ലെവലിന്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക, ഒബ്ജക്റ്റ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഐ ലെവൽ എന്ന് പറയുന്നത് ഇമാജിനറി ആണ്. നമ്മൾ നോക്കുന്നത് സ്ട്രേറ്റ് ലൈൻ ആയിട്ട്, നമ്മൾ ഇമാജിനറി ലൈൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഇമാജിനറി ലൈനും അവിടെ നിന്നുള്ള ഒറിസോണ്ടൽ ലൈനും, ഐ ലെവലിൽ നിന്ന് വരയ്ക്കുന്ന ഒറിസോണ്ടൽ ലൈനും അതിന്റെ ഇടയിൽ വരുന്ന ആംഗിളിനാണ് എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒന്നാമത്തെ ഡയഗ്രത്തിൽ തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഇനി എന്താണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ തിരിച്ചിട്ടാണ് കേസ്. അതായത് ഒബ്സർവർ മുകളിലായിരിക്കും, ഒബ്ജക്റ്റ് താഴെയായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എങ്ങനെയാ നോക്കാം. ഇൻ ഡയഗ്രാം 2, O represents the observer, O എവിടെയായി, മുകളിലായി. ആൻഡ് B represents the object, object എവിടെ വന്നു, താഴെ വന്നു. Suppose that the observer is watching the object below his eye level. അയാളെ ഐ ലെവലിന്റെ താഴേക്കാണ് നോക്കുന്നത്. ഞാൻ താഴെയുള്ള ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ രീതിയിൽ eye level. In this case, the angle between the ray of vision and the horizontal line അല്ലെങ്കിൽ horizontal is called angle of depression. In diagram 2, theta represents the angle of depression. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒബ്സർവർ മുകളിലാണ്, അയാൾ താഴോട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഐ ലെവൽ ഇങ്ങനെ ഇരിക്കും പോകുക, ഇമാജിനറി ആണ്. ആ ഐ ലെവലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിലേക്ക് നോക്കി. അപ്പോൾ ആ ഐ ലെവലിന്റെ അവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അപ്പൊ ഈ ഐ ലെവലിന്റെ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതാണ് തീറ്റ. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് പറയാം. Z എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ആംഗിൾ വരുന്നത് അതേ ആംഗിൾ തന്നെ എനിക്ക് ഇവിടെ വരിക. അതെങ്ങനെയാ, രണ്ട് പാരലൽ ലൈനിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൈന് പോവുകയാണെങ്കിൽ ഇവിടെ എന്താണോ ആംഗിൾ വരുന്നത് അതേ ആംഗിൾ ആയിരിക്കും ഈ സൈഡിൽ വരിക. അതേ രീതിയാണ്. ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നു, നമ്മൾ ഇങ്ങോട്ട് ഒരു പാരലൽ ലൈൻ വരച്ചു, ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു ഒറിസോണ്ടൽ ലൈൻ, ഐ ലെവലിന്റെ അവിടെ നിന്നുള്ള ഒറിസോണ്ടൽ ലൈന് ഗ്രൗണ്ടിലുള്ള പാരലൽ ലൈന്, ആ 2 പാരലൽ ലൈനിനെ കട്ട് ചെയ്തിട്ടാണ് ഈ ലൈൻ പോകുന്നത്. ഏത്, റേ ഓഫ് വിഷൻ എന്ന് പറയുന്ന ഇമാജിനറി ലൈൻ പോകുന്നത്.
അപ്പൊ ഇവിടെ എന്താണോ ആംഗിൾ ഉണ്ടാവുക അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെ വരിക. അതാണ് ഞാൻ ഇവിടെ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് സൈഡിലും ഒരേ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് അറിയെങ്കിൽ നമുക്ക് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലവും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ രണ്ട് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചത് അറിയെങ്കിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The rope supporting a flag post is fixed to the ground 20 meter away from the post, making an angle 45 degree of the ground. Find the length of the rope. Find the length of the rope. അതിന്റെ റോപ്പിന്റെ ലെങ്ത് അല്ലെങ്കിൽ ആ കയറിന്റെ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്, നമുക്ക് മനസ്സിലായി. ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. ആ ഫ്ലാഗ് പോസ്റ്റിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ ഫ്ലാഗ് പോസ്റ്റിൽ നിന്ന് ആ വലിച്ചു കെട്ടിയിടത്തേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഡിസ്റ്റൻസ് ഉണ്ട് തന്നിട്ടുണ്ട്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? The rope supporting flag post is fixed to the ground 20 meter away from the post. പോസ്റ്റിൽ നിന്ന് 20 മീറ്റർ അവേ ആണ്, അതായത് 20 മീറ്റർ ദൂരത്തേക്കാണ് അത് വലിച്ചു കെട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വലിച്ചു കെട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അത് 45 ഡിഗ്രി ആണ്. അത് ഗ്രൗണ്ട് ആയിട്ട് ഉണ്ടാക്കുന്ന ആ കയറ് വലിച്ചു കെട്ടുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 45 ഡിഗ്രി ആണ്. നമുക്ക് കിട്ടി 45 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനൊരു പേരൊക്കെ കൊടുക്കുക. ഫ്ലാഗ് പോസ്റ്റിന് ഞാൻ AB എന്ന് പേര് കൊടുത്തു. AB എന്ന് പറയുന്നതാണ് ഫ്ലാഗ് പോസ്റ്റ്. AC എന്ന് പറയുന്നതാണ് റോപ്പ്, ലെങ്ത് ഓഫ് ദ റോപ്പ് എന്ന് പറയുന്നത്. ആ ലെങ്ത് ഓഫ് ദ റോപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്റെ അകത്തുനിന്ന്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എഴുതി വെക്കണം. ആദ്യം എന്താണ് എഴുതി വെക്കേണ്ടത്? ഹിയർ AB represent the flag post and AC represents the length of the rope. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കുക, ഇതിപ്പോ ഒരു ട്രയാങ്കുലാർ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിളിൽ നമുക്ക് ഇവിടെയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. അതൊരു അക്യൂട്ട് ആംഗിൾ ആണ്, 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിളിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഫ്ലാഗ് പോസ്റ്റ് എപ്പോഴും നമ്മൾ നേരെ കൃത്യമായിട്ട് കുത്തനെയാണ് ഫിക്സ് ചെയ്യുക, അല്ലാണ്ട് ചരിച്ചിട്ടൊന്നും ഫിക്സ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ 90 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് ഉള്ള സൈഡ് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്, നമ്മൾ പഠിച്ചാണ്. ഈ ആംഗിളിന് അടുത്ത് വരുന്ന സൈഡ് കഴിഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ആണ്. ഇത് അഡ്ജസന്റ് സൈഡ് അല്ല, കാരണം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എപ്പോഴും ഹൈപ്പോട്ടനസ് ആയിരിക്കും. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആയതുകൊണ്ട് ഈ സൈഡ് എന്തായിരിക്കും? AB എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ റോപ്പ് ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC എന്നുള്ളതാണ്. ഈ ഒരു പോർഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്ന സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡും തമ്മിലുള്ള റേഷ്യോ എന്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത് ഹൈപ്പോട്ടനസ് ആണ്, ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഹൈപ്പോട്ടനസും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ എന്താ വരിക? നമ്മള് സൈൻ തീറ്റ എന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്താ പഠിച്ചത്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ ഇവിടെ അഡ്ജസന്റ് സൈഡ് ആണ് ഇത് തന്നത്, ഇത് ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ എടുക്കേണ്ടത്? ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ABC. അപ്പൊ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡ് തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇത് ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ ഏതാ റേഷ്യോ വരിക? cos 45. തീറ്റയ്ക്ക് വേറെ 45 എന്നുള്ളത്, അതുകൊണ്ടാണ് cos 45. cos 45 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ്, അതായത് BC
ബൈ എ സി, ബി സി ബൈ എ സി. ഇനി നമുക്കറിയാം cos 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√2. 1/√2 ആണ്, നമ്മൾ ടേബിൾ വാല്യൂ പഠിച്ചാണ്. ഇനി ബി സി എത്രയാണ്? 20 മീറ്റർ ആണ് നമുക്കറിയാം. എ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എ സി. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലയർ. അപ്പോൾ 1 ഇൻറ്റു എ സി, അപ്പോൾ 1 ഇൻറ്റു എ സി ഈക്വൽ ടു 20 ഇൻറ്റു √2 ഉണ്ട്. 20 ഇൻറ്റു √2. അപ്പോൾ 1 ഇൻറ്റു എ സി ആണ് എത്ര കഴിഞ്ഞാൽ എ സി, ദാറ്റ്സ് ഈക്വൽ ടു 20 ഇൻറ്റു √2. അപ്പോൾ 20√2. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ വേണമെങ്കിൽ 20 ഇൻറ്റു √2 ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ഇത് മീറ്ററിലാണ് നമുക്ക് ലെങ്ത് തന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ ലെങ്ത്തിന്റെ റോപ്പിന്റെ ലെങ്ത്തും, അതായത് റോപ്പിന്റെ ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എത്ര മീറ്റർ എത്ര സെന്റിമീറ്റർ എന്നുള്ളത് നിങ്ങൾ പോയിന്റിലാക്കിയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെ എഴുതാൻ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ ലെങ്ത് ഓഫ് ദ റോപ്പ് എന്താണ് നമുക്ക് കിട്ടിയത്? 20√2 മീറ്റർ. അപ്പോൾ അത് അവസാനം എഴുതി വെക്കണം. Therefore the length of the rope equal to 20√2 മീറ്റർ. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇതിൽ അറിയേണ്ടത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്നുള്ള അറിയണം. അതുപോലെ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്താണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ അറിയെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡയഗ്രത്തിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ കാസ്റ്റ് എ ഷാഡോ 3 meter long when the sun's altitude is 30 degree. Find the height of the man. Find the height of the man. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സൂര്യപ്രകാശം, സണ്ണുണ്ട്. അതിൽ സൂര്യപ്രകാശം കൊണ്ട് ഒരു ഷാഡോ ഉണ്ടാവുന്നുണ്ട് അയാളെ. ഓക്കെ, അപ്പം മനുഷ്യനെ നമ്മൾ എ ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ആ ഷാഡോനെ നമ്മൾ ബി സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ആ സണ്ണ് നിൽക്കുന്ന ആൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. 30 ഡിഗ്രി ആണ് ഷാഡോന്റെ അവിടെ. അപ്പോൾ അതിങ്ങനെ പോയാൽ 30 ഡിഗ്രി ഇത് നീട്ടി വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യം മനസ്സിലായി. ഈ ഡയഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇതിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വരച്ചു വെച്ചതെന്ന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് എഴുതി വെക്കുക. എന്തൊക്കെയാണ്? ഹിയർ AB represents the length of the man and BC represents the length of the shadow. ഓക്കെ, ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ABC. അപ്പൊ ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ആള് നിൽക്കുന്നത് ഗ്രൗണ്ടുമായിട്ട് 90 ഡിഗ്രിയിലായിരിക്കും. ആ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടനസ് ആയിരിക്കും. ഇവിടെ 30 ഡിഗ്രി തന്നിട്ടുണ്ട് ഒരു അക്യൂട്ട് ആംഗിൾ. ആ അക്യൂട്ട് ആംഗിളിന് അടുത്ത് വരുന്ന സൈഡ് എത്രയാണ്? അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഷാഡോന്റെ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? ഷാഡോ ഓഫ് ലെങ്ത് 3 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 3 മീറ്റർ ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളെ ലെങ്ത് എത്രയാണ്, മാന്റെ ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ സൈഡ് H ആണ്, ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കേണ്ട തന്ന സൈഡും കണ്ടുപിടിക്കേണ്ട സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ് നോക്കേണ്ടത്. ഇത് അഡ്ജസന്റ് സൈഡ് ആണ്, ഇത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ. അപ്പൊ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു എന്താ കിട്ടുക? ടാൻ തീറ്റ എന്ന് പറയുന്നതിന് അവരോട് 30 ഡിഗ്രി എന്നാണ് തന്നത്, അതുകൊണ്ടാണ് 30 ഡിഗ്രി എന്ന് എഴുതിയത്. അപ്പൊ ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അതായത് എ ബി ബൈ ബി സി. ഇനി ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് നമുക്ക് അറിയണം. ടാൻ 30 പറഞ്ഞാൽ 1/√3 ആണ്. 1/√3 ദാറ്റ്സ് ഈക്വൽ ടു എ ബി നമുക്ക് അറിയില്ല, ആളെ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എ ബി ബൈ ബി സി നമുക്ക് അറിയാം 3 മീറ്റർ ആണ്. ഓക്കെ, 3 മീറ്റർ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 1 × 3 ഈക്വൽ ടു എ ബി × √3. അപ്പൊ എന്ത് വന്നു? ഇത് 3 കിട്ടി. 3 ഈക്വൽ ടു √3 എ ബി എന്ന് എഴുതി. ഞാൻ നമ്പർ ന്യൂമറിക്കൽ വാല്യൂ ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. തിരിച്ചെഴുതി വിചാരിച്ചിട്ട് എ ബി √3 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി എ ബി ഈക്വൽ ടു എന്തായിരിക്കും?
എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? 3/√3. 3/√3. 3 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? √3 into √3 ആണ് 3. ഏത് നമ്പർ അങ്ങനെയാ? 5 എന്ന് പറഞ്ഞാൽ √5 into √5. 10 എന്ന് പറഞ്ഞാൽ √10 into √10. അതുപോലെ 3 എന്ന് പറഞ്ഞാൽ √3 into √3/√3. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ ഒരു √3 ഒരു √3 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ √3 എന്ന് കിട്ടി. √3ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. അത് 1.732 അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ഇത്രയും ലെങ്ത് ആയിരിക്കും ആ മനുഷ്യന് ഉണ്ടാവുക. 1.7 മീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും. അത് നമുക്ക് കിട്ടി. കാരണം നമ്മള് എ ബി എന്ന് പറഞ്ഞാൽ എന്താ എടുത്തത്? ലെങ്ത് ഓഫ് ദ മാൻ എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ അവസാനം നമ്മൾ എന്ത് എഴുതണം? അത് എഴുതി വെക്കണം. അവസാനം നമ്മൾ എഴുതുക therefore the height, നമ്മുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ മതി, ഹൈറ്റ് ഓഫ് ദ മാൻ, അതാണ് ലെങ്ത് ഓഫ് ദ മാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ മാൻ ഈക്വൽ ടു 1.732 മീറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The horizontal distance between two towers is 60 meter and the angle of depression of the first tower as seen from the second, which is in 150 meter height, is 30 degree. Find the height of the first tower. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഒരു ഡയഗ്രാം ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? രണ്ട് ടവർ ഉണ്ട്. ഒന്ന് ചെറുതായിരിക്കും, ഒന്ന് വലുതായിരിക്കും. അത് എന്തുകൊണ്ട് അങ്ങനെ മനസ്സിലായി? ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ടവേഴ്സ്, ആ ടവർ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 60 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ഫസ്റ്റ് ടവറിന്റെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറഞ്ഞത്. as seen from the second, അപ്പൊ സെക്കൻഡിന്റെ മുകളിൽ നിന്നിട്ട് ഫസ്റ്റിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് നമുക്ക് പറഞ്ഞത്. which is 150 meter height is 30 degree എന്നാ പറഞ്ഞത്. അപ്പൊ വലിയ ടവറിന്റെ ഹൈറ്റ് 150 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണ്, അയാളെ റേ ഓഫ് വിഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ അവിടെ നമ്മള് ടവർ എപ്പോഴും ഒരേ ലെവലിലാണ് ഉണ്ടാക്കുക. അപ്പൊ ഇവിടെയും 60 മീറ്റർ ആണ്, ഇവിടെയും 60 മീറ്റർ തന്നെ ആയിരിക്കും. അപ്പൊ അയാളെ റേ ഓഫ് വിഷൻ ആണ് ഇവിടെ മാർക്ക് ചെയ്തത്. അതിന്റെ അവിടെ റേ ഓഫ് വിഷന്റെ അവിടെ നിന്ന് വരുന്ന ഹൊറിസോണ്ടൽ ലൈനിന്റെ ഇടയിലുള്ളതാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതാണ് നമുക്ക് 30 ഡിഗ്രി തന്നത്. അപ്പൊ ഇവിടെയാണ് 30 ഡിഗ്രി കിട്ടിയത്. ഇവിടെ നമുക്ക് 30 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു തന്നു, രണ്ട് പാരലൽ ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോവാണ്. ഇവിടെ എന്താണ് ആംഗിൾ വരുന്നത്? അതേ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന് പേരൊക്കെ കൊടുക്കാം. ഇതിന് എ ബി സി, ഈ ഒരു പോയിന്റ് ഡി ആണ് ഇരിക്കുക, ഇവിടെ എഫ് ജി ഇങ്ങനെ കൊടുത്ത് ഇരിക്കുക. അപ്പൊ അതില് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാവാൻ വേണ്ടി എഴുതി വെക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് എ ബി റെപ്രസെന്റ് ഹിയർ, എ ബി റെപ്രസെന്റ് ഫസ്റ്റ് ടവർ ആൻഡ് സി എഫ് അല്ലെങ്കിൽ എഫ് സി, സി എഫ് റെപ്രസെന്റ് സെക്കൻഡ് ടവർ. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് എന്താണെന്നാണ്. അപ്പൊ ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? നമുക്ക് അറിയാം സെക്കൻഡ് ടവറിന്റെ ഹൈറ്റ് 150 മീറ്റർ ആണ്. ഇതുവരെയുള്ള സി എഫ് എന്നുള്ള ഹൈറ്റ് ആണ് 150 മീറ്റർ. അതുകൊണ്ട് ആ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് ഈ ഡി എഫ് ഇതുവരെയുള്ള ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, അതും കൂടി ഒന്ന് എഴുതി വെക്കാം. ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ, ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഈ സെക്കൻഡ് ടവർ എടുത്തു. സെക്കൻഡ് ടവർ എന്ന് പറഞ്ഞാൽ സി എഫ് ആണ്. സി എഫ് മൈനസ്, അല്ലെങ്കിൽ നമുക്ക് അത് എഴുതുന്നതിന്റെ മുന്നേ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ബി ഈക്വൽ ടു എന്താണ്? സി എഫ്
മൈനസ് ഈ സി എഫിന്റെ അകത്ത് നിന്ന് ഈ ഹൈറ്റ് കുറച്ചാൽ മതി കണ്ടുപിടിച്ചിട്ട്. അപ്പൊ ഡി എഫ് ചെയ്താൽ മതി. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡി എഫ് എന്ന് പറഞ്ഞാൽ എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കൺസിഡർ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ എടുക്കുന്നത്, എഫ് ഡി എ എന്നുള്ള ട്രയാങ്കിൾ എടുക്കുന്നു. എഫ് ഡി എ എന്നുള്ള ട്രയാങ്കിൾ എടുക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ആ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇത് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന സൈഡ് അഡ്ജസ്റ്റന്റ് സൈഡ് ആയിരിക്കും. ഇത് 90 ഡിഗ്രിയിലായിരിക്കും. കാരണം ടവർ നേരെ പോവുക. അതിന് നേരെ വരച്ച പാരലൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണിത്. അപ്പൊ അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എഫ് എന്നുള്ള സൈഡാണ്. അത് ഇതിന് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇത് അഡ്ജസ്റ്റന്റ് സൈഡ് ആണ്. അപ്പൊ ഏത് റേഷ്യോ ആണ് നമ്മൾ ഉപയോഗിക്കുക, ടാൻ 30 ഡിഗ്രി ഈക്വൽ ടു എന്ത് വരും, ഡി എഫ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് എ ഡി. ഓക്കെ. അപ്പൊ ഇതില് നമുക്കറിയാം ടാൻ 30 ഡിഗ്രി പറഞ്ഞാൽ എത്രയാ, 1/√3 ആണ്. ടാൻ 30 പറഞ്ഞാൽ 1/√3 ആണ്. അത് ടേബിൾ വാല്യൂ ഒക്കെ നന്നായി പഠിക്കാം. ഡി എഫ് നമുക്ക് അറിയില്ല, അത് നമ്മൾ ഡി എഫ് എന്ന് കൊടുത്തു. എ ഡി എത്ര അറിയാം നമുക്ക്, 60 ആണ്, ബൈ 60 ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ ദാറ്റ് ഇംപ്ലൈസ്, ഞാൻ ഇംപ്ലൈസ് ഇത് അടുത്ത സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് മൾട്ടിപ്ലൈ എന്താ വരിക, 1 × 60 ഈക്വൽ ടു ഡി എഫ് ഇൻറ്റു √3. അപ്പൊ എന്താ വരും, 1 × 60 ആണ് 60 ഈക്വൽ ടു √3 ഡി എഫ്. ന്യൂമറിക്കൽ വാല്യൂ ആദ്യം എഴുതിയെന്നുള്ളൂ. അപ്പൊ ഡി എഫ് ഈക്വൽ ടു 60/√3 മീറ്റർ കിട്ടും. 60/√3 മീറ്റർ. അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് കിട്ടി. അത് വേണമെങ്കിൽ നമുക്ക് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ 60/√3 പറഞ്ഞാൽ എന്താ വരിക, 60 ബൈ, കാൽക്കുലേറ്ററിൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 60/√3 ഈക്വൽ ടു 34.64 മീറ്റർ. 34.64 മീറ്റർ. ഇതൊക്കെ മീറ്ററിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ ഇത് മീറ്ററിൽ വേണം എഴുതാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് കാണണം. ഫസ്റ്റ് ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ എന്ന് പറഞ്ഞാൽ എ ബി ആണ്. അപ്പൊ എ ബി ഈക്വൽ ടു എന്താ നമ്മൾ എഴുതി വെച്ച്, സി എഫ് മൈനസ് ഡി എഫ് എന്നാണ്. അപ്പൊ എ ബി ഈക്വൽ ടു സി എഫ് എത്രയാണ് നമുക്കറിയാം. ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് 150 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 150 മൈനസ് ഡി എഫ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 34.64. ദാറ്റ്സ് ഈക്വൽ ടു, ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടവറിന്റെ ഹൈറ്റ് കിട്ടും. അപ്പൊ അതൊന്ന് കുറയ്ക്കുക. ഇങ്ങനെ കുറയ്ക്കുക, കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അല്ലാണ്ട് ചെയ്യാം. 150 മൈനസ് 34.64 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 115.36 മീറ്റർ. 115.36 മീറ്റേഴ്സ് കിട്ടും. ഇതാണ് എന്ത്, ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം എടുത്ത് എഴുതണം. therefore ഇവിടെ എടുത്ത് എഴുതുക, ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ടവർ ഈക്വൽ ടു എത്രയാ, 115.36 മീറ്റർ. 115.36 മീറ്റർ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് കാണാം. പക്ഷെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ നന്നായിട്ട് മനസ്സിലാക്കണം. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എങ്ങനെ നമ്മളെ ക്വസ്റ്റ്യന് നമുക്ക് ഡയഗ്രാം വരച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഏതാ നോക്കാം. നമ്മുടെ അവസാനത്തെ പ്രോബ്ലം കൂടിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ ഏതാണ്, ഫ്രം ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 90 meter high, the angle of depression of two boats on the sea level are 45 degree and 60 degree. Find the distance between the boats. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്, ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണ്. ആ ലൈറ്റ് ഹൗസിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, 90 മീറ്റർ ആണ് ലൈറ്റ് ഹൗസിന്റെ ലെങ്ത്. അപ്പൊ ലൈറ്റ് ഹൗസ് ഉണ്ട്, നമ്മൾ ആദ്യം ലൈറ്റ് ഹൗസ് വരച്ചു. അതിന്റെ ലെങ്ത് 90 മീറ്റർ ആണ്. ഇവിടെ കടലാണ്, ഈ ഭാഗത്തേക്ക് കരയിരിക്കും. ലൈറ്റ് ഹൗസ് എപ്പോഴും കരയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ കരയിരിക്കും, ഇവിടെ എന്തെങ്കിലും കടലായിരിക്കും. ഏതൊരു ഒരു ഭാഗത്ത് കടലായിരിക്കും. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാൻ സപ്പോസ് ഇവിടെ കരയാണ് വിചാരിക്കുക, ഇവിടെയാണ് കടല്. അപ്പൊ ഈ കടലിൽ 2 ബോട്ട് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ബോട്ട്, ഇത് രണ്ടാമത്തെ ബോട്ട്. അപ്പൊ ഇത് B1 എന്നുള്ള ആദ്യത്തെ ബോട്ട് എടുത്തു, ഇത് B2 എന്നുള്ള രണ്ടാമത്തെ ബോട്ട് എടുത്തു.
നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ B1 ആക്കാം, ഇവിടെ വേണമെങ്കിൽ B2 ആക്കാം, അതൊന്നും കുഴപ്പമില്ല. രണ്ട് ബോട്ട് എടുത്തു. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നിട്ടാണ് ആൾ ഇത് രണ്ടും നോക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഒരാളെ റേ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കും ഇതിന്റെ റേ ഓഫ് വിഷൻ വന്നിട്ടുണ്ടാവുക. ഈ ബോട്ടാണ് നോക്കുന്നതെങ്കിൽ റേ ഓഫ് വിഷൻ ഇങ്ങനെ ഇരിക്കും വന്നിട്ടുണ്ടാവുക. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക, തെറ്റിക്കാതെ. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ റേ ഓഫ് വിഷന്റെ അവിടുന്ന് പാരലൽ ലൈൻ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ, ഇനി തെറ്റിക്കാതെ വേണം മാർക്ക് ചെയ്യാൻ. രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്, ഒന്ന് 45 ഡിഗ്രിയാണ്, ഒന്ന് 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിലെ വലിയ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിലെ വലിയ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് വലിയ ആംഗിൾ കിട്ടണം. ഇവിടെ വരെ മാർക്ക് ചെയ്താൽ, ആദ്യത്തെ ലൈൻ വരെ മാർക്ക് ചെയ്താൽ ഒരു ആംഗിൾ കിട്ടും, രണ്ടാമത്തെ ലൈൻ വരെ മാർക്ക് ചെയ്താലും അടുത്ത ആംഗിൾ കിട്ടും. പക്ഷെ അതിൽ ഏതായിരിക്കും വലുത് എന്ന് പറയുന്നത്? ഇവിടുന്ന് ഇവിടം വരെ മാർക്ക് ചെയ്യുന്നതായിരിക്കും വലിയ ആംഗിൾ എന്ന് പറയുന്നത് മറ്റതിനേക്കാളും. അതുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യുമ്പോൾ അത് എത്രയാണ് കൊടുക്കേണ്ടത്? 60. വലിയ ആംഗിൾ 60 ഡിഗ്രി, തെറ്റിക്കാതെ മാർക്ക് ചെയ്യണം. തിരിഞ്ഞു പോയാൽ തെറ്റിപ്പോകും. രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുമ്പോൾ ചെറിയ ആംഗിൾ ആണ് 45 ഡിഗ്രി 60നേക്കാളും. അതുകൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെ ഇരിക്കുന്നുണ്ടാവുക അത് 45 ഡിഗ്രി. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ട് ലെവൽ, അതായത് സീ ലെവലും ഗ്രൗണ്ടുമായിട്ട് ഹൊറിസോണ്ടൽ ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇനി തെറ്റിക്കാതെ എടുക്കണം. ഇത് ഇങ്ങനെ പോയിട്ട് 60 ഡിഗ്രി ടച്ച് ചെയ്യുന്നത് ഈ ലൈനിലാണ്. അപ്പൊ ഇങ്ങനെ പോയി ആ ലൈൻ ടച്ച് ചെയ്യുന്ന ആ ലൈനിൽ കൂടെ വന്നിട്ട് Z എന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരിക. അത് ഇവിടെ ആയി പോയത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 60 ഡിഗ്രി. ഇനി 45 ഡിഗ്രിന്റെ നോക്കുമ്പോഴോ ഇങ്ങനെ പോയിട്ട് 45 ഡിഗ്രി ടച്ച് ചെയ്യുന്ന ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് Z എന്ന് മാർക്ക് ചെയ്യുന്ന കാര്യം ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ എന്താ വരിക? 45 ഡിഗ്രി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ പ്രോബ്ലം തെറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഇതിന് ലൈറ്റ് ഹൗസിന് AB എന്ന് പേര് കൊടുത്തു. ഇത് B1 B2 എന്നുള്ള ബോട്ടാണ്. നമ്മളോട് കാണാൻ പറഞ്ഞ ഈ ബോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോട്ട്സ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് B1 B2 അല്ലെങ്കിൽ B2 B1 എന്നുള്ള ആ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇനി ഇതിൽ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നമുക്ക് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കാണാം. അതായത് B2 to B അല്ലെങ്കിൽ B മുതൽ B2 വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് B മുതൽ B1 വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ B1 മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? B2 മുതൽ B1 വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതാണ് നന്നായി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതി വെക്കുക എന്തൊക്കെയാണ്? ഹിയർ AB represents the lighthouse ആണ്. B1 and B2 represents the boats on the sea level. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് B മുതൽ B2 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിക്കണം. B മുതൽ B2 വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ AB2 എന്നുള്ള ട്രയാങ്കിൾ എടുക്കുന്നത്. AB2. അപ്പൊ അത് എടുക്കുമ്പോ ആ ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോ AB2 ഇങ്ങനെ ഒരു വലിയ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഉള്ളിലുള്ള ചെറുതല്ല നോക്കണ്ട, ഇപ്പൊ നോക്കണ്ട, വലിയ ട്രയാങ്കിൾ. അതില് ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ B2ന്റെ ഇവിടെ ആംഗിൾ 45 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് AB2 എന്ന് പറയുന്നത് ഹൈപ്പോട്ടനിസ് ആണ്. ഇവിടെ 45 ഡിഗ്രിയാണ്. അതിനടുത്ത സൈഡ് എന്ന് പറയുന്നതാണ് B2 എന്ന് പറയുന്നത്. അപ്പൊ അത് അഡ്ജസന്റ് സൈഡ് ആണ്. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് 90 ഡിഗ്രി തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അഡ്ജസന്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ട്രയാങ്കിൾ എ ബി ബി ടു എന്ന് എടുത്തു. എന്നിട്ട് ടാൻ 45, അവിടെ തീറ്റയ്ക്ക് പകരം 45 ഡിഗ്രി ആണ്. അപ്പൊ ടാൻ 45, ടാൻ തീറ്റ പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നാണ്. അപ്പൊ ഇവിടെ എ ബി ബൈ ബി ബി ടു, ബി ബി ടു. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, നമുക്കറിയാം ടേബിൾ വാല്യൂ 1 ആണ്. എ ബി എന്ന് പറഞ്ഞാൽ 90 ആണ്. ബൈ ബി ബി ടു എന്നുള്ളത് നമ്മൾക്ക് അറിയില്ല, അത് ബി ബി ടു തന്നെ കൊടുത്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് 1 ഇൻറ്റു ബി ബി ടു ഈക്വൽ ടു 90. അതായത് ബി ബി ടു എന്ന് പറഞ്ഞാൽ എന്ത്? ബി ബി ടു ഈക്വൽ ടു 90 മീറ്റർ. മീറ്ററിലാണ് വന്നത്, അതുകൊണ്ട് തന്നെ മീറ്റർ കിട്ടി. ബി ബി ടു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് 90 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ബി ബി വൺ എന്നുള്ളത് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടത്? എ ബി ബി വൺ, എ ബി ബി വൺ. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണ്. അതിലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് തന്നെയാണ് കാണേണ്ടത്. എന്ത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എന്ത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്? അതാണ് നമുക്ക് അറിയേണ്ടത്. ടാൻ 60 ഈക്വൽ ടു എ ബി ബൈ ബി ബി വൺ, ബി ബി വൺ. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ്, ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഉദ്ദേശത്തിലാണ് എഴുതിയത്. ദാറ്റ് ഇംപ്ലൈസ് ടാൻ 60ന്റെ വാല്യൂ എത്രയാണ്? √3. ടാൻ 60 പറഞ്ഞാൽ √3. അപ്പൊ √3 ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ബൈ ബി ബി വൺ, ബി ബി വൺ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ √3 ബി ബി വൺ ഈക്വൽ ടു 90 കിട്ടി. ദാറ്റ് ഇംപ്ലൈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ബി ബി വൺ ഈക്വൽ ടു 90 ബൈ, ഇത് ഇൻറ്റു എന്നാണ്, ഇവിടെ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ √3, 90 ബൈ √3. അപ്പൊ ബി ബി വൺ എത്രയാണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോർഡ്സ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോർഡ്സ്. Therefore distance between the boards equal to എന്താണ് വരുന്നത്? ബി ബി വൺ ബി ടു അല്ലെങ്കിൽ ബി ടു ബി വൺ, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മള് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോർഡ് ബി ടു ബി വൺ അതാണ് നമ്മൾ കാണുന്നത്. അപ്പം therefore ബി ടു ബി വൺ ഈക്വൽ ടു എന്താണ്? ബി ബി ടു ബി ബി ടു മൈനസ് ബി ബി വൺ, ബി ബി വൺ. ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ ബി ടു ബി വൺ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു ബി ബി ടു എത്ര നമുക്ക് കിട്ടിയത്? നമ്മളിവിടെ ബി ബി ടു 90 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 90 മൈനസ് ബി ബി വൺ എത്ര കിട്ടിയിട്ടുണ്ട്? 90 ബൈ √3. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ കാൽക്കുലേറ്റർ ഒക്കെ എല്ലാവരും നന്നായി ഉപയോഗിക്കാൻ പഠിക്കുക. അപ്പൊ 90 മൈനസ് 90 ബൈ √3, ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 38.038 മീറ്റർ. 38.038 മീറ്റർ എന്ന് കിട്ടും. അതാണ് എന്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നമുക്ക് കൃത്യമായി വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതറിയാത്തവര് റിപ്പീറ്റ് ചെയ്ത് സ്വന്തമായി ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ കൺസെപ്റ്റ് ഒക്കെ മാറും. ചിലപ്പം സീ ലെവലിലേക്ക് നോക്കുന്നതെന്ന് പറയുന്നതിന് പകരം എന്തെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഒരാള് താഴത്തുള്ള എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ നോക്കുകയാണ്. ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ആവാം. അപ്പൊ സിറ്റുവേഷൻസ് മാറും, പ്രോബ്ലംസ് സെയിം ആയിരിക്കും. ഈ പറഞ്ഞ കൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഉപയോഗപ്രദമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകുക.
അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി നമുക്ക് ഉടനെ കണ്ടുപിട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ് ഷ്യാം പ്രസാദ്.